സാധാരണക്കാരുടെ സ്വന്തം എയർലൈൻ എയർ ഇന്ത്യ വീണ്ടും പഴയ കൈകളിൽ പുതിയ പ്രതാപത്തോടെ മടങ്ങിയെത്തുന്നു. പ്രവാസികൾ സന്തോഷത്തിലാണ്. അങ്ങനെ രാജ്യം കാത്തിരുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ആ വാർത്ത വളരെ ആശ്വാസത്തോടെയാണ് പ്രവാസികളും ഉറ്റുനോക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറെ വികാരഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. അങ്ങനെ നീണ്ട 68 വർഷത്തിന് ശേഷം എയർ ഇന്ത്യയുടെ കോക്പിറ്റിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ്. 1983 ദേശസത്കരണത്തിലൂടെ കേന്ദ്ര സർക്കാർ എയർ ഇന്ത്യയെ ടാറ്റ ഗ്രൂപ്പിൽ നിന്നും ഏറ്റെടുത്തത്. ടാറ്റ ഗ്രൂപ്പിന് 2.8 കോടി രൂപ കൊടുത്താണ് കമ്പനിയുടെ മുഴുവൻ ഓഹരികളും അന്ന് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തത്. എന്നാൽ ഇന്നോ അരനൂറ്റാണ്ടിനപ്പുറം ടാറ്റ എയർ ഇന്ത്യയെ മടക്കി വാങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിന് നൽകിയത് 18,000 കോടി രൂപയാണ്. ടാലാസ് എന്ന ഉപകമ്പനിയുടെ പേരിലാണ് ടാറ്റ സൺസ് എയർ ഇന്ത്യയെ നിലവിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഏറ്റെടുത്തതിന് പിന്നാലെ എയർ ഇന്ത്യയുടെ മാനേജ്മെന്റ് പുനഃസംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റ ഗ്രൂപ്പ്. ഇതിലൂടെ വലിയ മാറ്റം തന്നെയാകും എയർ ഇന്ത്യക്ക് ഉണ്ടാകുക. പ്രൊഫഷണൽ മാനേജ്മെന്റ് കൊണ്ടുവരിക എന്നതാണ് ടാറ്റ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ഇതിനായി ടാറ്റ സഹോദര സ്ഥാപനമായ TCAC അതായത് ടാറ്റ കൺസൾട്ടൻസ് സർവീസിന്റെ സേവനം തേടുകയും ചെയ്യും. എയർ ഇന്ത്യയിലേക്ക് എയർ ഏഷ്യയും വിസ്താരയും ലഭിക്കാനുള്ള ആലോചനയും ഇതോടൊപ്പം നടക്കുന്നതായുള്ള വാർത്തകളും പുറത്തു വരികയാണ്. എന്നാൽ 1-2 വർഷത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ നടപടികൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ജീവനക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് വ്യോമയാന സെക്രട്ടറി രാജീവ് ബൻസൽ വ്യക്തമാക്കി. ആദ്യത്തെ 1 വർഷം പുതിയ ഉടമയ്ക്ക് ജീവനക്കാരെ പിരിച്ചുവിടാൻ സാധിക്കുന്നതല്ല. 2ാം വർഷം മുതൽ ജീവനക്കാരെ പിരിച്ചുവിടുകയാണെങ്കിൽ തന്നെ സ്വയം വിരമിക്കൽ പദ്ധതി ആനുകൂല്യങ്ങൾ നൽകണം. വിരമിച്ച ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള മെഡിക്കൽ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ തുടരുമെന്നും ബെൻസൽ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. അതേസമയം നിലവിൽ 12,085 ജീവനക്കാരാണ് എയർ ഇന്ത്യയിൽ ഉള്ളത്. ഇതിൽ 8,084 പേർ സ്ഥിരം ജീവനക്കാരും 401 പേർ കരാർ ജീവനക്കാരുമാണ്. ഇതിനു പുറമെ ഉപകമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസിൽ 1434 ജീവനക്കാരുമുണ്ട്. പ്രതിവർഷം 1000 പേരെന്ന നിലയിൽ അടുത്ത 5 വർഷം കൊണ്ട് 5000 സ്ഥിരം ജീവനക്കാർ വിരമിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സുരക്ഷാ ഉറപ്പുകൾ ഇങ്ങനെയാണ് നൽകുന്നത്. ആദ്യത്തെ 1 വർഷത്തേക്ക് ജീവനക്കാരെ പിരിച്ചുവിടാൻ പുതിയ ഉടമയ്ക്ക് സാധിക്കില്ല. ആദ്യത്തെ 1 വർഷം ജീവനക്കാരെ നിലനിർത്തണം. 1 വർഷത്തിന് ശേഷം പിരിച്ചുവിടുകയാണെങ്കിൽ അവർക്ക് സ്വയം വിരമിക്കൽ പദ്ധതി ആനുകൂല്യങ്ങൾ നൽകണം. ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട് എന്നിവ നൽകണം. വിരമിച്ച ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള മെഡിക്കൽ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ തുടരും. നിലവിൽ 55,000 പേർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. പിരിച്ചുവിടുന്നതിനും നിലനിർത്തുന്നതിനും ജീവനക്കാരുടെ പ്രകടന നിലവാരം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ മാനദണ്ഡമായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.